ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റായ എറണാകുളം സൗത്തിൽ ഇത്തവണ മത്സരിക്കുന്നത് പുതുമുഖവും ഒപ്പം തന്നെ ബി.ജെ.പിയുടെ കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള കൗൺസിലർമാരുടെ സ്ഥാനാർത്ഥിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ്. ഐശ്വര്യ പി ആണ് മത്സരിക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിലൊരു അനുഭവം? ആദ്യഘട്ടത്തെ അനുഭവം ഒരുപാട് നല്ലതാണ്. എല്ലായിടത്തും നമുക്ക് പോസിറ്റീവ് റെസ്പോൺസസ് തന്നെയാണ് കിട്ടുന്നത്. എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവരും യങ്സ്റ്റേഴ്സ് മുന്നോട്ട് വരണം, യുവാക്കൾ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത് അതേ റെസ്പോൺസ് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ സിറ്റിംഗ് സീറ്റാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ടീവാണ്. നന്നായി പോകുന്നു, സന്തോഷമുണ്ട്. ഈ വളരെ ചെറിയ പ്രായത്തിലേക്ക് എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ളൊരു കടന്നുവരവ്? എങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ? ഓക്കെ, വളരെ ചെറിയ പ്രായം എന്ന് പറയുമ്പോൾ എനിക്കൊന്നു ഞാനൊരു എയർഫോഴ്സുകാരൻ്റെ മോളാണ്. അപ്പോൾ നമ്മൾ ഫൈറ്റർ ജെറ്റിൽ 21 ഇയേഴ്സ് കഴിഞ്ഞിട്ട് NDA ഒരാൾ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നോക്കാറില്ല 21 ഇയേഴ്സ് ആണോ, ആണാണോ, പെണ്ണാണോ, ചെറിയ കുട്ടിയാണോ, വലിയ ആളാണോ എന്ന്. ആളുടെ കേപ്പബിലിറ്റിയാണ് നമ്മൾ നോക്കുക. വാട്ട് ഷീ ഈസ് ഗോയിങ് ടു ഡു, വിൽ ഷീ ബി ഏബിൾ ടു, വിൽ ഷീ ഓർ ഹീ ബി ഏബിൾ ടു, അത് അവർക്ക് ചെയ്യാൻ സാധിക്കും. കേപ്പബിലിറ്റിയാണ് നമ്മൾ നോക്കുക, ഏജ് അല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും എനിക്കിത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, യുവാക്കൾ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മുടെ ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ളത്, അല്ലേ? നമ്മുടെ ലോകത്തെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്, യുവജനത ഏറ്റവും കൂടുതലുള്ള സ്ഥലം. നമുക്ക് ഭാരതം മുന്നോട്ട് നീങ്ങണമെങ്കിൽ നമ്മൾ യുവാക്കളല്ലേ പ്രയത്നിക്കേണ്ടത്. ആ ഒരു ഐഡിയയോടെ കൂടെ തന്നെയാണ് നമ്മളിവിടേക്ക് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരാളാണ് ഇത് സിറ്റിംഗ് സീറ്റ് ആക്കി മാറ്റിയത്. എങ്ങനെയായിരുന്നു? അച്ഛൻ്റെ സഹോദരിയാണ് അല്ലേ മിനിയാർ മേനോൻ അച്ഛൻ്റെ സഹോദരിയായിരുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ ഈ സീറ്റ് നമുക്ക് BJPക്കായിട്ട് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്നത് മിനിയാർ മേനോൻ, എൻ്റെ ചിറ്റയാണ്. ചിറ്റ ഒരു 10-11 മന്ത്സിനുള്ളിൽ ഷീ പാസ്ഡ് അവേ. അത് കഴിഞ്ഞ് ബൈ ഇലക്ഷൻസ് ഉണ്ടായി. പിന്നെയും പത്മ ചേച്ചിയാണ് നമ്മുടെ ഈ വാർഡിൽ ജയിച്ചത്. BJPയുടെ കൗൺസിലർ തന്നെയായിരുന്നു. അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ BJP കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നെ ചിറ്റയായാലും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ ഒരുപാടൊന്നും നിറവേറാൻ സാധിച്ചില്ല, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അത് മുന്നോട്ട് പത്മ ചേച്ചി ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല റെസ്പോൺസസ് കാരിക്കാമൊരു ഭാഗം എല്ലാ ഭാഗത്തുനിന്നും നല്ല റെസ്പോൺസസ് കിട്ടുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തന്നെയാണല്ലോ കൊണ്ടുപോകേണ്ടത്. അതിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ ഇത്തവണയും ഈ സീറ്റ് റീറ്റെയിൻ ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമ്മുടെ സിറ്റിംഗ് സീറ്റാണ്. നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇതുള്ളത്. ഓക്കെ, അത് മാത്രമല്ല ഈ കരിയർ സിവിൽ സർവീസിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി അറിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്, പൊതുസേവനം തന്നെയാണല്ലോ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ഈ പഠനവും ഒപ്പം ഈ കൗൺസിലർ ആയിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളും കൂടി എങ്ങനെ മുന്നോട്ടുണ്ട്? അതെ, ഞാൻ പഠനവും എൻ്റെ ഒപ്പം കൊണ്ട് നമ്മൾ സിവിൽ സർവീസിന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എൻ്റെ ജനങ്ങളുടെ ഒപ്പം, ജനങ്ങളുടെ ഇടയിൽ നിൽക്കണമെന്നാണ്. അതിനുള്ളൊരു മാർഗമായിട്ടാണ് ഞാൻ സിവിൽ സർവീസിനെ കാണുന്നത്. അല്ലാണ്ട് അതൊരു റെഡ് ലൈറ്റ് കാർ വെച്ച് വന്നിറങ്ങുന്ന ആ ഒരു സ്വപ്നം മാത്രമല്ല, അതല്ല അതിൻ്റെ സ്വപ്നം. ജനങ്ങളുടെ ഇടയിൽ നിൽക്കുക എന്നുള്ള അത് തന്നെയാണ് ഇതിൽ സംഭവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞത് തന്നെയാണ്. ശ്രീലേഖ മാം നമുക്കെല്ലാവർക്കും അറിയാം, ഈ IPS ഓഫീസർ ആയിക്കഴിഞ്ഞിട്ടും വന്നിരിക്കുകയാണ്. ഇതിൻ്റെ വ്യാപ്തി നമുക്കറിയാവുന്ന കാര്യമാണ്. രണ്ടിലും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. വൈ നോട്ട് അതും ഞാൻ മുന്നോട്ട് കൊണ്ടു. അതെൻ്റെ സ്വപ്നമാണ്, ഇതും എൻ്റെ ഒരു സ്വപ്നമാണ്. രണ്ടും ഞാൻ നിറവേറും. ഓക്കെ, അപ്പോൾ ഏതായാലും വിജയാശംസകൾ, കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഏതായാലും യുവാക്കൾക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്തു തന്നെയാണ് കൊച്ചി കോർപ്പറേഷനിലുള്ള BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ സജീവമായിട്ട് പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺ കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.